ട്രംപ് വീണ്ടും അസാധാരണമായ ചില ഉത്തരവുകൾ ഇറക്കുകയാണ്. അതായത് ട്രംപിന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. സ്വന്തം രാജ്യത്തെ തകർക്കാനാണോ മറ്റു രാജ്യങ്ങളെ തകർക്കാനാണോ എന്നറിയില്ല. ട്രംപ് എപ്പോഴും ഇങ്ങനെ അസാധാരണമായ ചില ഉത്തരവുകൾ ഇറക്കി രാജ്യത്തെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ ലോകത്തെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിലായി ട്രംപ് ഇറക്കാൻ പോകുന്ന ഈ ഉത്തരവ് എന്താണ്? ഇതെങ്ങനെയാണ് നമ്മുടെ ലോകത്തെ അല്ലെങ്കിൽ രാജ്യങ്ങളെ ബാധിക്കുന്നത്? കഴിഞ്ഞ ജനുവരിയിലാണ് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്തത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 9 മാസം ആവുന്നു അദ്ദേഹം അധികാരത്തിലെത്തിയിട്ട്. അപ്പോൾ ഇതിനോടകം തന്നെ അദ്ദേഹം 3 നിർണായക പ്രഖ്യാപനങ്ങൾ നടത്തി. അതിൽ ഒടുവിലത്തേതാണ് ഇപ്പോൾ വന്നേക്കുന്നത്. നേരത്തെ 2 വന്നു. അതിലൊന്ന് വിസ നിയന്ത്രണം കടുപ്പിച്ചതായിരുന്നു, 2 താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചതായിരുന്നു. ഇപ്പോൾ 3 അയാളുടെ രാഷ്ട്രീയ എതിരാളിയെ ദുർബലപ്പെടുത്തുന്ന തരത്തിൽ നിലപാടെടുക്കുന്നു. കമലാ ഹാരിസ്, കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിൻ്റെ എതിരാളി കമലാ ഹാരിസ് ആയിരുന്നു. അതായത് പഴയ വൈസ് പ്രസിഡന്റ്. അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കറുത്ത വർഗ്ഗക്കാരി ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, അതും വനിത, തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുമാത്രമല്ല, കമലാ ഹാരിസ് എന്ന് പറയുന്നത് ഇന്ത്യൻ വംശജ കൂടിയാണ്. അപ്പോൾ ഇന്ത്യൻ സ്വാധീനം കൂടിയുള്ള ഒരു സ്ത്രീയാണ് കമലാ ഹാരിസ്. ഒരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ട്രംപിനെതിരെ വീണ്ടും കമലാ ഹാരിസ് തന്നെ മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ മാത്രം. അപ്പോൾ അങ്ങനെയുള്ള കമലാ ഹാരിസിനെ മുളയിലെ നുള്ളുക എന്നുള്ളൊരു നിലപാടാണ് ട്രംപ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഈ അമേരിക്കയിൽ ഈ ഔദ്യോഗിക സ്ഥാനമാനങ്ങളിൽ നിന്ന് അവർക്ക് കുറച്ചു കാലം കൂടി അവരുടെ ഔദ്യോഗിക സുരക്ഷാ ക്രമീകരണങ്ങൾ കൊടുക്കുന്നത് അമേരിക്കയിലൊരു പതിവാണ്. അപ്പോൾ നിലവിലെ ഒരു തീരുമാനമനുസരിച്ച് കമലാ ഹാരിസിന് ഔദ്യോഗികമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. മുൻ നിയമപ്രകാരം അല്ലെങ്കിൽ പഴയ ഒരു രീതി പ്രകാരം സ്ഥാനമാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മാസം കൂടിയാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക. പക്ഷേ കഴിഞ്ഞ ജോ ബൈഡൻ ഭരണകൂടം ഈ കാലാവധി 6 മാസം എന്നുള്ളത് 18 മാസം, അതായത് 1.5 വർഷ കാലയളവിലേക്ക് നീട്ടിയിരുന്നു. പക്ഷേ ട്രംപ് ഇപ്പോൾ കമലാ ഹാരിസിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ പിൻവലിക്കാനായിട്ട് ഉത്തരവ് കൊടുത്തേക്കുകയാണ്. അവരുടെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് ഉത്തരവ് കൊടുത്തിട്ട് പറയുന്നു കമലാ ഹാരിസിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പിൻവലിക്കണം. ഇവിടെ പ്രശ്നമായിരിക്കുന്നത് കമലാ ഹാരിസ് ഒരു പര്യടന പരിപാടി തീരുമാനിച്ചിരിക്കുകയായിരുന്നു. 15 നഗരങ്ങൾ ചുറ്റി സഞ്ചരിച്ച് 107 ദിവസം നിൽക്കുന്ന ഒരു പര്യടന പരിപാടി. അതായത് അവരുടെ ഒരു പുസ്തക പ്രകാശനം വരികയാണ്. 2024 അവരുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അല്ലെങ്കിൽ അന്ന് നടത്തിയ പ്രഭാഷണങ്ങൾ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു പുസ്തകം അവർ രചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊരു പര്യടനത്തിന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഈ സുരക്ഷ പിൻവലിച്ചത്. ഇപ്പോൾ അമേരിക്കയെ നമുക്കറിയാം വലിയ രീതിയിൽ സുരക്ഷാ ഭീഷണി നേരിടുന്ന ഒരു രാഷ്ട്രമാണ്. ഇപ്പോൾ കമലയെ പോലെ ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്നവർക്ക് തീർച്ചയായിട്ടും സുരക്ഷാ ഭീഷണികളുണ്ട് എന്നുള്ളത് ആർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്താണ് അവരുടെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പിൻവലിച്ചത്. ഒരു പക്ഷേ അവർക്ക് വേണമെങ്കിൽ സ്വകാര്യ സുരക്ഷാ ഏജൻസികളെ അവരുടെ സുരക്ഷാ ചുമതല ഏൽപ്പിക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ ഔദ്യോഗിക രഹസ്യാന്വേഷണ വിവരങ്ങളൊന്നും ഈ സ്വകാര്യ സുരക്ഷാ ഏജൻസികൾക്ക് കിട്ടില്ല. അതുമാത്രമല്ല, ഇവർക്ക് വേണ്ട വൈദ്യസഹായമോ എന്തെങ്കിലും അത്യാഹിതമുണ്ടായാൽ നേരിടാനുള്ള സംവിധാനങ്ങളോ ഒന്നും സ്വകാര്യ സുരക്ഷാ ഏജൻസികൾക്കില്ല. അപ്പോൾ അത്തരത്തിലൊരു ഘട്ടത്തിലാണ് നിർണായകമായ ഇങ്ങനൊരു പ്രഖ്യാപനം ഇപ്പോൾ കമലാ ഹാരിസിനെതിരെ. അതിപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ട്രംപിൻ്റെ ഈ ഒരു നടപടി രാഷ്ട്രീയ പകപോക്കലാണ് എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ട്രംപിൻ്റെ അസാധാരണ ഉത്തരവുകൾ ഇത് 3ാമത്തതാണ്. ആദ്യത്തത് നേരത്തെ പറഞ്ഞതുപോലെ വിസ നിയന്ത്രണ ചട്ടങ്ങൾ അത് കടുപ്പിച്ച നടപടിയാണ്. അതായത് ട്രംപിൻ്റെതായ ന്യായീകരണങ്ങളും അദ്ദേഹത്തിനുണ്ട്. കാരണം രാജ്യത്ത് വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ പലയിടങ്ങളിലായിട്ട് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും പലസ്തീൻ അനുകൂല പ്രതിഷേധ പ്രകടനങ്ങൾ. ഈ അമേരിക്ക എന്ന് പറയുന്നത് നിരവധിയായ ഇസ്രയേൽ വംശജർ അല്ലെങ്കിൽ ജൂതന്മാർ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. ആയിരക്കണക്കിന് ഇസ്രയേൽ വംശജർ തൊഴിൽ തേടി അല്ലെങ്കിൽ ഔദ്യോഗിക ചുമതലകൾ വഹിക്കാനായിട്ട് അമേരിക്കയിലുണ്ട്. അപ്പോൾ ഇവർക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ഭീഷണി ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ ഇടയ്ക്ക് വ്യത്യസ്തമായി നടന്ന 2 വെടിവെപ്പ് സംഭവങ്ങളിൽ 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്, ജൂതന്മാരായിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പലസ്തീൻ അതോറിറ്റി നേതാക്കളെ, അതായത് പുതിയ പലസ്തീൻ ഭരണകൂടം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചുമതല വഹിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ എത്താൻ സാധ്യതയുള്ള നേതാക്കൾക്ക് അമേരിക്കൻ വിസ നിഷേധിച്ചുകൊണ്ടുള്ളൊരു നടപടിയാണ് അദ്ദേഹം എടുത്തത്. അതുമാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലോട്ട് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സുരക്ഷാ പരിശോധനകൾ അവരുടെ സോഷ്യൽ മീഡിയ
ഇടപെടലുകളടക്കം കൃത്യമായി നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തി. അതുകൂടാതെ രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഉടനടി നാട് കടത്താനായിട്ടുള്ള നടപടികളും ട്രംപ് ഭരണകൂടം സ്വീകരിച്ചു. കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷം 10 ലക്ഷം പേരെ വീതം, അങ്ങനെ 4 വർഷം കൊണ്ട് 40 ലക്ഷം പേരെ അമേരിക്കയിൽ നിന്ന് നാട് കടത്താനാണ് ട്രംപിൻ്റെ ഉദ്ദേശം. അതുകൂടാതെ ഇപ്പോൾ അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയിട്ടുള്ളവർക്ക് അവരെ തടങ്കിൽ പാർപ്പിക്കാൻ, തടങ്കൽ പാളയങ്ങൾ നിർമ്മിക്കാനായിട്ടും ട്രംപിൻ്റെ പദ്ധതിയിലുണ്ട്. പിന്നെ ആദ്യ ട്രംപിൻ്റെ ഭരണകൂട കാലത്ത് മെക്സിക്കോയിൽ ഈ അതിർത്തി വേലികൾ നിർമ്മിക്കാനായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. എന്നാൽ അത് പൂർത്തിയാക്കാൻ ട്രംപിന് അന്ന് സാധിച്ചില്ല. പക്ഷേ അതിപ്പോൾ രണ്ടാമത് പുനരാരംഭിക്കാനായിട്ടുള്ള തീരുമാനം വന്നു. ഇതൊക്കെ അസാധാരണ സ്വഭാവമുള്ള സംഗതിയായിട്ടാണ് മൊത്തത്തിൽ വിലയിരുത്തുന്നത്. കാരണം മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരൊന്നും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, സജീവമായി എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യാപാര യുദ്ധം. ആദ്യം അദ്ദേഹം താരിഫ് പ്രഖ്യാപിച്ചത് ചൈന, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾക്കെതിരെയാണ്. അതിന് കാരണമായി പറഞ്ഞത് ഈ 3 രാജ്യങ്ങളിൽ നിന്നും നിരവധി പേർ അനധികൃതമായി അമേരിക്കയിലോട്ട് കുടിയേറുന്നു. കൂടാതെ ഈ 3 രാജ്യങ്ങളിൽ നിന്നും വ്യാപകമായി കള്ളക്കടത്ത് അമേരിക്കയിലേക്ക് നടക്കുന്നു. അതുകൊണ്ട് അമേരിക്കയുടെ സമ്പത്ത് ഈ 3 രാജ്യങ്ങൾ കൊള്ളയടിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് താരിഫ് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം പ്രഖ്യാപിച്ചത്. ഇതെല്ലാം പ്രസിഡന്റിൻ്റെ സവിശേഷ അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് നിർവഹിച്ചത്. ഇതിനൊന്നും അമേരിക്കൻ കോൺഗ്രസിൻ്റെ, അതായത് അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ യാതൊരുവിധ അംഗീകാരമോ ഒരു ചർച്ചയോ പോലും അവിടെ നടന്നിട്ടില്ല. ഒരു ഏകാധിപതിയെ പോലെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ എന്നാണ് പറയുക, അതങ്ങോട്ട് സൈൻ ചെയ്ത് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ട്രംപ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ഓവലിലെ ഓഫീസിലെ ബാൽക്കണിയിലിരുന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടയിൽ പോലും അദ്ദേഹം എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഒപ്പിട്ട് തള്ളുന്ന ദൃശ്യങ്ങൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും വൈറലായിട്ട് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന വ്യാപാര യുദ്ധം പിന്നീടാണ് വരുന്നത്. ആദ്യം ഈ 3 രാജ്യങ്ങളെ തിരഞ്ഞുപിടിച്ചാണ് വരുന്നതെങ്കിൽ പിന്നീട് അദ്ദേഹം വ്യാപാര കമ്മി, ഏത് രാജ്യങ്ങളുമായിട്ട് ഇടപാട് നടത്തുമ്പോഴാണ് അമേരിക്കൻ താല്പര്യങ്ങൾ ഹനിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ദോഷകരമായി വരുന്ന സംഗതികൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. അപ്പോൾ അത്തരത്തിൽ വ്യാപാര കമ്മി ഏറെയുള്ള രാജ്യങ്ങളായിട്ട് ഒന്ന് ചൈന ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ചൈന ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്ക് വലിയ രീതിയിൽ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇന്ത്യ വന്നു, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം വലിയ രീതിയിൽ ഭീമമായ വ്യാപാര നികുതി ചുങ്കമാണ് അദ്ദേഹം ചുമത്തിയത്. ഇപ്പോൾ ചൈനയ്ക്കെതിരെ കൃത്യമായി പറയാൻ അമേരിക്കയ്ക്ക് ന്യായമുണ്ട്. കാരണം വ്യാപാര കമ്മി അത് പ്രകടമായിട്ടുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് ചൈനയ്ക്കെതിരെ ആദ്യം അദ്ദേഹം പ്രഖ്യാപിച്ച ഏതാണ്ട് 239% ടാക്സാണ്. പിന്നീട് ചൈന നിലപാട് കടുപ്പിച്ചതോടുകൂടി, അതുമാത്രമല്ല അമേരിക്കയിലെ പല വ്യവസായശാലകളും ചൈനയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ എത്താത്തതിൻ്റെ പേരിൽ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം വന്നു. ഇലോൺ മസ്കിനെ പോലുള്ളവർ ട്രംപുമായിട്ട് തെറ്റിപ്പിരിയുന്ന ഒരു സാഹചര്യം വന്നു. ഈ സാഹചര്യത്തിൽ ട്രംപിന് ചൈനയോടുള്ള നിലപാടിൽ അദ്ദേഹത്തിന് അയയേണ്ടി വന്നു എന്നുള്ളതാണ് വാസ്തവം. അവിടെ ഒരു 239% പ്രഖ്യാപിച്ച നികുതി ഇപ്പോൾ 30% പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ, ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങൾക്കെതിരെ അദ്ദേഹം ഇപ്പോഴും തൻ്റെ കടുത്ത നിലപാട് തുടരുകയാണ്. ഇന്ത്യക്കെതിരെ 50% നികുതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമാനമായ രീതിയിൽ ബ്രസീലിനെതിരെയും 50% നികുതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചില രാജ്യങ്ങൾക്ക് മാത്രം ഒരു ഔദാര്യം കണക്കെ 10% എന്ന് പറയുന്ന നികുതി ഘടനയിലും പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 തീരുമാനങ്ങളും എല്ലാം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തനിക്ക് എന്തോ പരമാധികാരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു വ്യാജേന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധ്യത്തിലാണ് ഉത്തരവുകൾ ഇറക്കിയത്. പക്ഷേ ഇതൊന്നും അമേരിക്കൻ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ അവിടെ ഒരു ചർച്ച പോലും നടക്കാതെയാണെന്നുള്ളതാണ്. അപ്പോൾ അസാധാരണ ഉത്തരവുകൾ ട്രംപ് പുറപ്പെടുവിക്കുന്നു. തുടർന്നുള്ള നാളുകളിലും ഇത്തരത്തിൽ അസാധാരണ ഉത്തരവുകൾ അദ്ദേഹം പുറപ്പെടുവിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. വലിയ രീതിയിലുള്ള അവമതിപ്പ് അമേരിക്കയിൽ ട്രംപിനെതിരെ ഉണ്ടാകുന്നുണ്ട്. പല വിദഗ്ധരും ട്രംപിൻ്റെ ഇത്തരം നടപടികൾ രാജ്യത്തിൻ്റെ മൊത്തം താല്പര്യങ്ങൾക്കെതിരാണ്, രാജ്യത്തിൻ്റെ പുരോഗതിയെ പിന്നോട്ടടിക്കുന്നതാണ്, രാജ്യത്തിൻ്റെ GDPയെ ബാധിക്കുന്ന തരത്തിൽ ഇത്തരം നിലപാടുകൾ പ്രശ്നം സൃഷ്ടിച്ചേക്കാമെന്നുള്ള മുന്നറിയിപ്പുകൾ പല വിദഗ്ധരും തരുന്നുണ്ട്. പക്ഷേ ട്രംപ് ഇനി എന്താണ് ഇക്കാര്യത്തിൽ ഒരു പുനരാലോചനയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാവും.